പ്രിയമുള്ളവരെ, ബ്രിട്ടീഷ് സൈനിക മേധാവിയുടെ ഒരു പ്രസ്താവന മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് ലോകം ഒരു ഇരുണ്ട കാലഘട്ടത്തിലേക്ക് പോവുകയാണ്. ലോകം ഒരു ഭീതിദായകമായ കാലഘട്ടത്തിലേക്ക് കടന്നു പോവുകയാണെന്നാണ്. അദ്ദേഹത്തിന്റെ ഈ പ്രസ്താവനയ്ക്ക് കാരണം പശ്ചിമേഷ്യയിലെയും ഒപ്പം വെനിസ്വേലയും അമേരിക്കയും തമ്മിലുള്ള സംഘർഷങ്ങളും റഷ്യയും ഉക്രൈനും തമ്മിലുള്ള സംഘർഷമാണ് എന്ന് വിലയിരുത്തലുണ്ടാകുകയാണ്. പശ്ചിമേഷ്യ സംബന്ധിച്ച് വിവിധ ഭാഗങ്ങളിൽ സംഘർഷം മൂർച്ഛിക്കുന്നു എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. പ്രത്യേകിച്ചും ഇസ്രായേൽ ഹിസ്ബുള്ളയുടെ കേന്ദ്രങ്ങളിലേക്ക്, അവർ സൈനിക പരിശീലനം നൽകുന്ന കേന്ദ്രങ്ങളിലേക്ക് തുടരെ തുടരെ വ്യോമാക്രമണം നടത്തി എന്ന വാർത്ത അന്തർദേശീയ മാധ്യമങ്ങൾ പുറത്തുവിടുന്നുണ്ട്. ഇസ്രായേൽ ഹിസ്ബുള്ള ലെബനാൻ കരാർ അടിസ്ഥാനത്തിൽ ഈ മാസ അവസാനത്തോടുകൂടി ഹിസ്ബുള്ളയെ പൂർണ്ണമായും ആയുധ വിമുക്തമാക്കണം. പക്ഷേ ഹിസ്ബുള്ള ആയുധ വിമുക്തമാകുവാൻ അത് നിരസിക്കുന്നുണ്ട്. അവർ ആ നിർദ്ദേശത്തെ നിരസിക്കുന്നുണ്ട്. ഹിസ്ബുള്ളയുടെ അഭിപ്രായ പ്രകാരം ആയുധം ഉപേക്ഷിക്കുക എന്ന് വെച്ചാൽ അത് ആത്മഹത്യ ചെയ്യുന്നതിന് തുല്യമാണ്. ഇസ്രായേൽ ഗസയിലും ലെബനനിലും അധിനിവേശം നടത്തുന്ന സന്ദർഭത്തിൽ തങ്ങൾ ആയുധം ഉപേക്ഷിക്കുന്ന ഒരു ഉപാധി അംഗീകരിക്കുവാൻ തയ്യാറല്ല എന്ന രീതിയിലാണ് ഹിസ്ബുള്ള മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഹിസ്ബുള്ള കേന്ദ്രങ്ങളിലേക്ക് ഇസ്രായേലിൻ്റെ ആക്രമണം തുടരുന്നു എന്ന വാർത്ത തന്നെയാണ് മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത്. നേരത്തെ ലെബനീസ് ഗവൺമെൻറ് ഒരു പ്രമേയം കൊണ്ടുവന്നിരുന്നു. ലെബനീസ് പാർലമെൻറ്റിൽ ആയുധങ്ങൾ ശേഖരിക്കുവാനും സംഭരിക്കുവാനും സൈന്യത്തെ സംഘടിപ്പിക്കുവാനും ലെബനീസ് ഗവൺമെൻറ്റിന് മാത്രമേ അധികാരമുള്ളൂ. ഹിസ്ബുള്ളയെ പോലെയുള്ള പോരാളി സംഘടനകളെ അതിനനുവദിക്കില്ല എന്ന് ലെബനീസ് ഗവൺമെൻറ് വ്യക്തമാക്കിയിരുന്നു. പക്ഷേ ഹിസ്ബുള്ള ആ നിർദ്ദേശത്തെ തള്ളുകയായിരുന്നു. ഇപ്പോഴും ഹിസ്ബുള്ളയ്ക്ക് ഇറാനിൽ നിന്ന് ആയുധങ്ങൾ ലഭിക്കുന്നുണ്ട് എന്ന രീതിയിലുള്ള വാർത്തകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതാണ് പശ്ചിമേഷ്യയിലെ സംഘർഷത്തെ മൂർച്ഛിപ്പിക്കുന്ന ഘടകങ്ങളിലൊന്ന്. പ്രത്യേകിച്ചും കഴിഞ്ഞ ദിവസങ്ങളിൽ ഇറാന്റെ ഭാഗത്ത് നിന്ന് അവരുടെ പഴയ പ്രോക്സികൾക്ക് ആയുധങ്ങൾ വീണ്ടും എത്തിച്ചു കൊടുക്കുന്ന രീതിയിലുള്ള പ്രവണതകൾ കണ്ടു തുടങ്ങി എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ്. ഹിസ്ബുള്ളയ്ക്ക് ലെബനിലായാലും ഹമാസിന് ഗസയിലായാലും അതുപോലെ യമനിൽ ഹൂതികൾക്കായാലും ആയുധങ്ങൾ ഇപ്പോൾ എത്തിച്ചു കൊടുക്കുവാൻ ഇറാന് കഴിയുന്നു എന്ന നിഗമനം തന്നെയാണ് അന്തർദേശീയ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത്. മറ്റൊരു കാര്യം കൂടി പശ്ചിമേഷ്യയിലെ സംഘർഷ സാധ്യതയുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നത് ഡേവിഡ് ബാർണി, ഇസ്രായേലിൻ്റെ ചാരസംഘടനയായ മൊസാദിൻ്റെ തലവൻ, അയാളുടെ ഒരു പ്രഖ്യാപനം ഉണ്ടായതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ്. ഇറാൻ യുറേനിയം സമ്പുഷ്ടീകരണം നടത്തുന്നു എന്ന കാര്യം അറിയാം, ഇസ്രായേലിനറിയാം, അതുപോലെ മൊസാദിനറിയാം. ഏതു നിമിഷവും ഇറാൻ ഒരു ആക്രമണത്തിലേക്ക് വഴുതി വീണേക്കാം, അതായത് ഇസ്രായേലിനാൽ ഇറാൻ ആക്രമിക്കപ്പെട്ടേക്കാം എന്ന ഒരു മുന്നറിയിപ്പ് ഇസ്രായേലി ചാരസംഘടനയായ മൊസാദിൻ്റെ തലവൻ നൽകുന്നു എന്ന വാർത്തയും അന്തർദേശീയ മാധ്യമങ്ങൾ വലിയ പ്രാധാന്യത്തോടു കൂടി തന്നെ ചർച്ച ചെയ്യുന്നുണ്ട്. മറ്റൊരു കാര്യം ഈ മേഖലയിലെ സംഘർഷവുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്യുന്നത്, അവസാനത്തെ ബന്ദിയുടെ മൃതദേഹവും വിട്ടുകൊടുക്കാതെ ഒരു രണ്ടാം ഘട്ട വെടിനിർത്തൽ ചർച്ചയിലേക്ക് ഇസ്രായേലും അമേരിക്കയും പോകില്ല എന്ന രീതിയിൽ ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് പ്രഖ്യാപനമുണ്ടാകുന്നു. അതായത് ഇനിയും ബന്ദികളുടെ മൃതദേഹങ്ങൾ ഇസ്രായേലിന് ഹമാസ് വിട്ടുകൊടുക്കേണ്ടതുണ്ട്. പക്ഷേ ആ ബന്ദികളുടെ മൃതദേഹങ്ങൾ കണ്ടെത്തുന്നതിന് പ്രായോഗികമായി ബുദ്ധിമുട്ട് ഉണ്ട് എന്ന് ഹമാസ് ഇസ്രായേലിനെ അറിയിച്ചു കഴിഞ്ഞു. കാരണം ആ ബന്ദികളുടെ മൃതദേഹങ്ങൾ കുഴിച്ചിട്ട സ്ഥലത്തേക്ക് ഇസ്രായേൽ തുടരെ ആക്രമണങ്ങൾ നടത്തി. അതുകൊണ്ട് തന്നെ ആ മൃതശരീരങ്ങൾ അടക്കിയ സ്ഥലത്തിൻ്റെ മുകളിലേക്ക് കെട്ടിടങ്ങളുടെയും മറ്റ് അവശിഷ്ടങ്ങൾ പതിച്ചിട്ടുണ്ട്. അത് നിർമ്മാർജ്ജനം ചെയ്യാതെ, അല്ലെങ്കിൽ അത് അവിടെ നിന്ന് മാറ്റാതെ ആ മൃതദേഹങ്ങൾ തിരിച്ചു നൽകുവാൻ പറ്റില്ല എന്നൊരവസ്ഥയാണുള്ളത്. അത് എവിടെയാണ് എന്ന് സ്ഥിരീകരിക്കുവാൻ ഇപ്പോൾ ഹമാസിന് കഴിയുന്നില്ല. കാരണം ഗസ പൂർണ്ണമായി തന്നെ ഏകദേശം ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ തകർന്നിട്ടുണ്ട്. ആ തകർന്ന കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ എവിടെയാണ് ആ മൃതദേഹങ്ങൾ എന്ന് സ്ഥിരീകരിക്കുവാൻ ഹമാസിന് കഴിയുന്നില്ല എന്നൊരു പ്രത്യേകതയും കൂടിയുണ്ട്. എന്തായാലും ഇപ്പോൾ ചില സംഭവവികാസങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ മാധ്യമ റിപ്പോർട്ടുകൾ വരുന്നത്, ഈ ബന്ദികളുടെ മൃതദേഹങ്ങൾ കിട്ടിയിട്ടില്ല എന്ന ഒരു കാരണം ആരോപിച്ച് ഒരുപക്ഷെ ഗസയെ വീണ്ടും ഇസ്രായേൽ ആക്രമിക്കുവാൻ സാധ്യതയുണ്ട് എന്ന രീതിയിൽ തന്നെയാണ്. ഈ അടിസ്ഥാനത്തിലാണ് നമ്മൾ ബ്രിട്ടീഷ് സൈനിക മേധാവിയുടെ ഒരു പ്രസ്താവനയുമായി സംയോജിപ്പിക്കേണ്ടത്. കാരണം ആ മേഖലയിലെ സംഘർഷത്തിന് പുതിയ മുഖങ്ങളും പുതിയ രൂപങ്ങളും വരുന്നു. ഇസ്രായേലും അതുപോലെ ഇറാനും യുദ്ധസന്നദ്ധരാകുന്നു. അതുപോലെ ഇറാൻ്റെ പ്രോക്സികൾക്ക് ഇറാൻ വീണ്ടും ആയുധങ്ങളെയും സൈന്യത്തെയും ഒക്കെ എത്തിച്ചു നൽകുന്നു. ഇറാനും കൂടുതൽ ശക്തമായ രീതിയിൽ അവരുടെ ആയുധ സംഭരണങ്ങൾ ഒക്കെ സംഭരിച്ച് പുതിയ രീതിയിൽ മുന്നോട്ട് പോകുന്നു. ഇന്നലെ ചില അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് ഇറാൻ അവരുടെ ആയുധപ്പുരകൾ കൂടുതൽ സുരക്ഷിതമായ ഭാഗത്തേക്ക്
മാറ്റുന്നു, ഇറാന്റെ കിഴക്കൻ ഭാഗത്തേക്ക് മാറ്റുന്നു എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ്. ഇറാന്റെ മിസൈൽ സിറ്റി ഉൾപ്പെടെയുള്ള അവരുടെ പ്രതിരോധ സംവിധാനങ്ങൾ ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും വിമാനങ്ങൾക്ക്, യുദ്ധവിമാനങ്ങൾക്ക് പെട്ടെന്നെത്തുവാൻ കഴിയാത്ത മരുഭൂമിയിലേക്ക്, ഇറാന്റെ മരുഭൂമി പ്രദേശങ്ങളിലേക്ക് മാറ്റുവാൻ കഴിയുന്നു എന്ന രീതിയിലുള്ള വാർത്തകൾ, മാറ്റി എന്ന രീതിയിലുള്ള വാർത്തകൾ അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ്. ഇതൊക്കെ നമ്മൾ ക്രോഡീകരിച്ച് നോക്കുമ്പോൾ ആ മേഖലയിൽ സംഘർഷ സാധ്യത നിലനിൽക്കുന്നു എന്ന് തന്നെ വ്യക്തമാകുകയാണ്. തൽക്കാലം ഈ വീഡിയോയുമായി വിടവാങ്ങുന്നു. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ജയ് ഹിന്ദ്.